ഹായ് ഫ്രണ്ട്സ്. അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞ ലെവലുകൾ എങ്ങനെ ഇന്ന് മാർക്കറ്റിൽ അത് റെസ്പെക്ട് ചെയ്തു എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അത് കഴിഞ്ഞ് നമുക്ക് നാളത്തെ കാര്യം ചിന്തിക്കാം. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞ ലെവലുകൾ ഈ പറഞ്ഞ പോലെ തന്നെയാണ്. നമ്മൾ കറക്റ്റ് വരച്ച വര മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തു. ഓക്കെ, താഴോട്ട് അധികം വന്നില്ല, പിന്നെ ഒരു ചെറിയ കൺസോളേഷൻ, പിന്നെ തിരിച്ച് പഴയ സ്ഥാനത്ത് തന്നെ വന്നു നിന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ പറ്റി ചിന്തിക്കാം. ഓക്കെ, ഞാൻ എപ്പോഴും പറഞ്ഞിരുന്നു മാർക്കറ്റ് ഈ റേഞ്ചിനകത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യണം. ഇവിടുന്ന് ബ്രേക്ക് ചെയ്താൽ നമുക്ക് മേലോട്ട് ട്രേഡ് ഉണ്ട്, ഇത് ബ്രേക്ക് ചെയ്താൽ താഴോട്ട് ട്രേഡ് ഉണ്ട്. അപ്പോൾ അല്ലെങ്കിൽ രണ്ടാമത്തെ സിനാരി എന്തുവാ, മാർക്കറ്റ് ഇവിടെ വന്നിട്ട് ഇവിടെ തട്ടി ഇവിടെ റെസിസ്റ്റൻസ് ഫേസ് ചെയ്ത് നേരെ താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ട്രേഡ് എടുക്കാം. പക്ഷേ അത് നമുക്ക് എന്ത് ചെയ്യും, മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് മാത്രം പ്രൈസ് ആക്ഷന്റെ പ്രകാരം മാത്രമേ നമുക്ക് അവിടെ ഒരു ട്രേഡ് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ആ സിനാരിയോ ആണ് ഇന്ന് സംഭവിച്ചത്. നമുക്ക് പറഞ്ഞ ലെവലുകൾക്ക് ഇടയിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. അതിനുശേഷം ചെറിയൊരു ചെറിയ ഗ്യാപ്പ് അപ്പോഴുകൂടെ ഓപ്പൺ ചെയ്തു. ഈ റെസിസ്റ്റൻസ് തട്ടി മാർക്കറ്റ് നേരെ തിരിച്ചു വന്നു, അല്ലേ? തിരിച്ചു വന്നു. അപ്പം നമുക്ക് മനസ്സിലായി മാർക്കറ്റിന് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നുണ്ട്, ഇവിടുന്ന് മേലോട്ട് പോകാൻ ചാൻസ് കുറവാണ്, തിരിച്ച് താഴോട്ട് മാർക്കറ്റ്. അത് മാത്രമല്ല, നമ്മൾ മറ്റേ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി എല്ലാം ഓപ്പൺ ചെയ്തിട്ടും താഴോട്ടാണ് വന്നത്, അത് നമ്മൾ ശ്രദ്ധിച്ചായിരുന്നല്ലോ. അപ്പം ഇവിടെ അതുപോലെ തന്നെ ഒരു സെല്ലിംഗ് പ്രഷർ വന്നു. പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ക്രൈറ്റീരിയ എന്തുവാ, മാർക്കറ്റ് വീണ്ടും ഇവിടെ വന്ന് റെസിസ്റ്റൻസ് ഫീൽ ചെയ്ത് തിരിച്ചു വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ട്രേഡ് എടുക്കാം. അതേപോലെ തന്നെ സംഭവിച്ചു. ഫസ്റ്റ് ക്യാൻഡിൽ ഓക്കെ, ഇവിടുന്ന് ഓപ്പൺ ചെയ്തു, താഴോട്ട് വന്നു, അടുത്തൊരു ഗ്രീൻ ക്യാൻഡിൽ വന്നു, മേളിൽ പോയി, തിരിച്ചു വന്നു, വീണ്ടും ഒരു റെഡ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്ത് നേരെ ഇവിടെ റെസിസ്റ്റൻസ് തട്ടി ഫീൽ ചെയ്തു. കണ്ടോ, ഒരു സെല്ലിംഗ് പ്രഷർ ഇവിടെ ഫീൽ ചെയ്തു. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു, നമ്മളിവിടെ ഒരു ട്രേഡ് എടുത്തു. ഈ സമയത്ത് ഞാൻ ഗ്രൂപ്പിലും പറഞ്ഞിരുന്നു ഒരു ട്രേഡ് എടുക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, ഇവിടുന്ന് നമ്മൾ ട്രേഡ് എടുത്തു. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കണം, ഇതിന് 10 പോയിന്റ് മുകളിൽ. അല്ല, ഇതാണ് നമുക്ക് ഇവിടെ ഒരു പുതിയൊരു റെസിസ്റ്റൻസ് ഇവിടെ കാണുന്നുണ്ട്. ഇതായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ്. സ്റ്റോപ്പ് ലോസ് വെച്ച് നമുക്ക് ഇവിടെ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മളിവിടെ ഒരു ട്രേഡ് പ്ലാൻ ചെയ്തു, ട്രേഡ് എടുത്തു വളരെ ക്ലിയർ ആയിട്ട്. പിന്നെ നോക്കിക്കേ, പിന്നെ അടുത്ത ക്യാൻഡിൽ അതിന് താഴെയാണ് ക്ലോസ് ചെയ്ത്, അടുത്ത ക്യാൻഡിൽ അതിന് താഴെ ക്ലോസ് ചെയ്തു, അതിനടുത്ത ക്യാൻഡിൽ ഇത്, അതിന്റെ അടുത്ത ക്യാൻഡിൽ റെഡ്. ഇതിങ്ങനെ ചെറിയൊരു കൺസോളേഷൻ നടന്നിട്ട് വീണ്ടും നമുക്ക് 2 ഹ്യൂജ് ക്യാൻഡിൽ റെഡ് ക്യാൻഡിൽ കിട്ടി. ഇവിടെ നമുക്ക് പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങാൻ പറ്റും. ഏകദേശം ഇവിടുന്ന് എനിക്ക് തോന്നുന്നു ഒരു 20-25 പോയിന്റ് നമുക്കിവിടെ 20 പോയിന്റ് അടുത്ത് എന്തായാലും നമുക്കിവിടെ കിട്ടി. ATM-ലാണെങ്കിൽ 20 പോയിന്റ് അടുത്ത് നമുക്കിവിടെ കിട്ടി. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ നമുക്കൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഇല്ലായിരുന്നു. പിന്നെ ഇവിടെ ഇങ്ങനെ കൺസോൾട്ടേഷൻ സ്റ്റേജിലായിരുന്നു, ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് ഒറ്റ ട്രേഡ്, നല്ല ഒരു ഫൈൻ ട്രേഡ് നമുക്ക് ഇവിടുന്ന് ഇവിടം വരെ ഒരു 20 പോയിന്റിനുള്ള ട്രേഡ് ഒരു ലോട്ടിൽ നമുക്ക് കിട്ടി. ഇതായിരുന്നു ഇന്നത്തെ ട്രേഡ്. വേറെ ട്രേഡുകളൊന്നും ഇല്ല, ചെറിയൊരു സ്കാൽപ്പിംഗ് മാത്രമല്ല. ഇവിടെ അതൊക്കെ 5-10 പോയിന്റുകളൊക്കെ നമ്മൾ എടുത്തു, ഒരു 3-4 ട്രേഡ് എടുത്ത്. പക്ഷെ അതൊന്നും ഒരു ട്രേഡ് എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് നമ്മൾ സ്കാൽപ്പ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉള്ളത് ഇവിടുന്ന് ഇത് മാത്രമായിരുന്നു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉള്ളത്. പിന്നെ നമുക്ക് ട്രേഡ് ഓപ്പർച്യൂണിറ്റി, പിന്നെ ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജ് ആയിരുന്നു. കൺസോൾട്ടേറ്റ് ചെയ്ത് നമ്മുടെ പ്രീമിയം മെൽറ്റ് ആയി പോകുന്നുള്ളതല്ല. അപ്പോൾ ഇതായിരുന്നു ഇന്ന് സംഭവിച്ചത്, മനസ്സിലായി. അപ്പോൾ ഇന്നലത്തെ പ്രൈസ് ആക്ഷൻ കണ്ടവർക്ക് ഇത് ശരിക്കും ഇവിടെ ഒരു ട്രേഡ് എടുക്കാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇന്നലത്തെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട് വീഡിയോക്കകത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രൈസ് ആക്ഷനെ പറ്റി. അപ്പോൾ ആ പ്രൈസ് ആക്ഷൻ മനസ്സിലാക്കിയവർക്ക് ഇന്ന് കറക്റ്റായിട്ട് ഇവിടെ ഒരു ട്രേഡ് എടുത്ത് വിജയിപ്പിക്കാൻ പറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ എടുത്തവർ ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യാൻ നല്ലതായിരിക്കും. നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഇന്നലത്തെ പോസ്റ്റ് മാർക്കറ്റ് കാണുവാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ആക്ഷനെ പറ്റി മനസ്സിലാകും. പിന്നെ വേറെ ദിവസം നമുക്ക് ഒരു പ്രൈസ് ആക്ഷനെ പറ്റി മാത്രമായിട്ടൊരു ക്ലാസ് നമുക്ക് ചെയ്യാം. അപ്പൊ ഇനിയിപ്പോ നാളത്തെ ലെവലുകൾ നമുക്ക് നോക്കാം. നാളത്തെ ലെവൽ ഇതേ ലെവൽ തന്നെ ആയിരിക്കും. നാളത്തെ ലെവൽ നമുക്ക് ഈ ക്യാൻഡിലിന്റെ ഹൈ ഇത് നമുക്ക് വെക്കാം. ഈ ക്യാൻഡിലിന്റെ ഹൈ ഇതായിരിക്കും. ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇവിടെ കാണാൻ ഓപ്പൺ ചെയ്ത് നേരെ മാർക്കറ്റ് താഴോട്ട് വന്നിട്ട് തിരിച്ചു പോകണം. ഇല്ല, ഇതിനകത്താ ഓപ്പൺ ചെയ്യുന്നെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് ഇതിനകത്ത് ഈ സൈഡ് ഇവിടെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, ഇവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇവിടെ വരെ വരാൻ വെയിറ്റ് ചെയ്യാം. ഇവിടെ വരെ വന്നിട്ട് മാർക്കറ്റ് ഇങ്ങനെ ഇവിടെ വരെ, സപ്പോസ് ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നെങ്കിൽ മാർക്കറ്റ് ഇങ്ങോട്ട് വരാൻ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് ഒരു പി എടുക്കാം. അല്ല, മാർക്കറ്റ് മേലോട്ടാ പോകുന്നെങ്കിൽ നമുക്ക് ഇത് ക്രോസ് ചെയ്തിട്ട് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് 5 മിനിറ്റ് ക്യാൻഡിൽ ക്രോസ് ചെയ്യുകയാണെങ്കിൽ മാത്രം ഇവിടെ ഒരു ക്ലോസിംഗ് കിട്ടിയാൽ മാത്രം നമുക്ക് ഒരു സി ട്രേഡ് എടുത്താൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു പി ട്രേഡ് എടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്ത് നേരെ ഇനി താഴോട്ട് പോരുവാണെന്നുണ്ടെങ്കിൽ
ഇവിടെ നമുക്ക് തിരിച്ചിങ്ങോട്ടൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇതാണ് രണ്ട് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. വലുതായിട്ട് വലിയ സംഗതികളൊന്നും ഇല്ല, വെരി സിമ്പിൾ ആണ്. അപ്പം നമ്മൾ ലെവൽ വരച്ചില്ല, ഇത് ലെവൽ ഇത് തന്നെ, ഈ ലെവൽ തന്നെയാണ് ഇത്, ഇവിടെ ഈ ലെവൽ തന്നെ, ലെവൽ തന്നെ, വേറെ പറയാനൊന്നുമില്ല പ്രത്യേകിച്ച്. ഓക്കെ, ഇതേ ലെവൽ തന്നെ, നമുക്ക് ഈ ലെവലിൽ മാറ്റങ്ങളൊന്നുമില്ല. വേണമെങ്കിൽ നമുക്ക് ഈ ലെവൽ ഒന്നുകൂടെ ഒന്ന് ഫൈൻ ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ ലെവലും കളഞ്ഞേക്കാം, ഇത് വേണ്ട, അത് അത്ര ശരിയല്ല, ഇതും കളഞ്ഞേക്കാം. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതിനെ ലെവലായിട്ട് പരിഗണിക്കാം. ഇതൊരു ലെവൽ, കാരണം ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്തിട്ടുണ്ട്, ഇതൊരു ബേസാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ ഒരു ലെവലായിട്ട് പരിഗണിച്ച് മാർക്കറ്റ് ഇവിടെ വരുവാണെങ്കിൽ ഇവിടെ വന്ന് തിരിച്ച് റിവേഴ്സ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഇവിടെ ഓപ്പൺ ചെയ്ത് ഇങ്ങോട്ടൊന്ന് ഇവിടെ നിന്ന് തട്ടി മേലോട്ട് പോവുക, അല്ലെങ്കിൽ ഇവിടുന്ന് മേലോട്ട് വന്നിട്ട് താഴോട്ട് വരിക. ഈ രണ്ട് ഓപ്പർച്യൂണിറ്റി ആണ് നമുക്ക് ഉള്ളത്. ഇതിന് മേളിൽ പോവുകയാണെങ്കിൽ സി, ഇതിന് താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അല്ല ഓപ്പൺ ചെയ്ത് ഇവിടെ ഇത് ബ്രേക്ക് ചെയ്ത് താഴെ പോവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പി എടുക്കാം, അല്ലെങ്കിൽ ഇതിനകത്ത് ഓപ്പൺ ചെയ്യുന്നത് പ്രൈസ് ആക്ഷൻ നോക്കുക. ഇത്രയേ ഉള്ളൂ നാളത്തെ ലെവൽ എന്ന് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് കഴിവതും 4 ട്രേഡ് മൊത്തം എടുത്തു, അതിൽ 3 പ്രോഫിറ്റ് ആയിരുന്നു. അത് പ്രോഫിറ്റ് എടുത്തവർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും. ഓക്കെ, താങ്ക് യു, സീ യു അഗൈൻ.